1921 മലബാർ കലാപം ഉണ്ടാകുന്നു. മലബാർ കലാപം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ ഒരു അധ്യായമാണ് മലബാർ കലാപം. എങ്ങനെ അതിനെ ബ്രിട്ടീഷുകാർ നേരിട്ടത്? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം നേരിട്ടത് അതിനെതിരായിട്ട് വലിയ കള്ളപ്രചരണം നടത്തിയിട്ടാണ്. മാധ്യമങ്ങളിൽ മുഴുവൻ എന്താണോ ബ്രിട്ടീഷുകാർ എഴുതി കൊടുക്കുന്നത് അത് മാത്രമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ഹിന്ദു വിരുദ്ധ ലഹളയാണ്, കൂട്ടക്കൊലകളാണ് നടക്കുന്നത്, അത് മതഭ്രാന്തന്മാരുടെ ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതായിരുന്നില്ല അതിൻ്റെ ഒരു സത്ത എന്ന് പറയുന്നത്. എന്നാൽ അന്ന് കേരളത്തിലുണ്ടായിരുന്ന മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇതാണ് എഴുതി വെച്ചിരുന്നത്. 1921 മലയാള മനോരമ പത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മലബാറിനെ കുറിച്ച് മലയാള മനോരമ കാര്യമായിട്ട് എഴുതാൻ തുടങ്ങിയത് ഈ മലബാർ കലാപത്തിൻ്റെ സമയത്താണ്. മുഴുവൻ എഴുതി നിറച്ചിരുന്നത് ബ്രിട്ടീഷ് ഭാഷ്യമായിരുന്നു. ഏറനാട്ടെയും വള്ളുവനാട്ടെയും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വലിയ തെറിയഭിഷേകമാണ് മലയാള മനോരമ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മറ്റ് പത്രങ്ങളോ തന്നെയാണ് പല പത്രങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യക്ക് പുറത്തേക്കും അങ്ങനെയാണ് പോയത്. എന്നാൽ റഷ്യയിലെ മോസ്കോയിൽ ഇരുന്നിട്ടൊരു മനുഷ്യൻ എങ്ങനെയോ ഇങ്ങനെയൊരു സമരം നടക്കുന്നുണ്ട് എന്ന് 1921 മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം എന്നിട്ട് ഇന്ത്യയിലെ തൻ്റെ സുഹൃത്തായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അബനി മുഖർജിയോട് പറയുന്നുണ്ട്, മലബാർ കലാപത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി അയക്കണം. അയാളുടെ പേര് ലെനിൻ എന്നാണ്. അങ്ങനെ ഈ അബനി മുഖർജിയാണ് ഈ മലബാർ സമരത്തെക്കുറിച്ച് അത് നടക്കുന്ന സമയത്ത് ഒരു റിപ്പോർട്ട് പഠിച്ച് തയ്യാറാക്കി നൽകുകയും അതിൽ കൃത്യമായിട്ട് ഈ സമരം ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണ്, ഈ സമരം ജന്മിത്വ വിരുദ്ധ സമരമാണ്, ഇതൊരു വർഗ സമരമാണ്, ഇത് അധ്വാനിക്കുന്ന മനുഷ്യരുടെ ഒരു പോരാട്ടമാണ് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ട് ലെനിൻ അയച്ചു കൊടുക്കുകയാണ്. ലെനിൻ ഇത് വായിച്ചിട്ട് ബുഖാറിൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ ചുമതലക്കാരന് ഒരു കുറിപ്പോട് കൂടിയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ലെനിൻ പറയുന്നത് ഇതുപോലെയുള്ള ധീരമായ സമരങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്ക് ലോകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റണം എന്ന് പറഞ്ഞ് ഈ ലേഖനം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ 4-5 ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ മലബാർ കാണാത്ത, മലയാളം അറിയാത്ത, മലബാറിൽ ബന്ധുക്കളില്ലാത്ത, മലബാർ സമരം ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ബാധിക്കാത്ത ലെനിൻ മൈലുകൾക്കപ്പുറത്ത് ഇരുന്നിട്ട് മനസ്സിലാക്കിയൊരു കാര്യം, ഈ ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ നടക്കുന്ന മനുഷ്യരുടെ സമരം എൻ്റെ കൂടി സമരമാണ് എന്നുള്ളതാണ്. എപ്പോൾ മലയാള മനോരമ മലയാളത്തിൽ മലബാർ സമരത്തെ അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന കാലത്ത് മോസ്കോയിലിരുന്നിട്ട് ലെനിൻ ആ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് സാർവദേശീയത എന്നുള്ളത്.